നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടത്, ഒരമ്മാവൻ ബൈബിളിലുള്ള തെറ്റ് കണ്ടെത്തി. പുള്ളി പറയുന്ന വാക്കുകളൊന്ന് കേൾക്കണം. എൻ്റെ പൊന്നെ, പുള്ളിയാ ജ്ഞാനി. ഒന്ന് നിങ്ങളതൊന്ന് കണ്ടു നോക്കിയേ. ബൈബിളിലുള്ളൊരു പൊരുത്തക്കേട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുറന്നു വായിക്കണം. ദൈവം ആദ്യത്തെ ദിവസം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, രണ്ടാമത്തെ ദിവസം രാവും പകലും സൃഷ്ടിച്ചു, മൂന്നാമത്തെ ദിവസം ജന്തുക്കളെയും സസ്യജാലങ്ങളെയും സൃഷ്ടിച്ചു, നാലാം ദിവസം സൂര്യനെ സൃഷ്ടിച്ചു. പുള്ളി പറയുന്നത് ആ പൊരുത്തക്കേടാണ്. കാരണം നിങ്ങൾ തുറന്ന് വായിക്കണം. ഞങ്ങൾ ഈ പ്രായം വരെ വായിച്ചങ്ങ് തലകുത്ത നിങ്ങളുടെ ഒരു ശക്കലമെങ്കിലും ബോധമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ. തുറന്ന് വായിച്ച പുള്ളിയാണ്. ഒന്നും കൂടെ കേട്ടു നോക്കിയേ, ബാക്കിയും കൂടെ കേട്ടു നോക്കേ, അപ്പം അറിയാം. ഈ രാവും പകലും ഉണ്ടാകണമെങ്കിൽ സൂര്യൻ വേണം എന്നുള്ള വിവരം അന്ന് എഴുതിയവന്മാർക്ക് ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ജന്തുക്കൾക്കും സസ്യജാലങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമാണെന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇന്നും വിശ്വാസപ്രമാണമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതിലൊന്നും ഞങ്ങൾ വെള്ളം ചേർക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ ചോദിക്കേണ്ട, ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട, വിശ്വസിച്ചോളൂ ഞങ്ങൾ പറയുന്നത്. ആ രീതിയിൽ ബൈബിൾ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പം അമ്മാവൻ്റെ കണ്ടെത്തലെന്ന് പറഞ്ഞാൽ, ഒന്നാം ദിവസം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, രണ്ടാമത്തെ ദിവസം സസ്യ ജന്തുക്കളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നാലാമത്തെ ദിവസമാണ് രാവും പകലും ഉണ്ടാക്കിയത്, സൂര്യനെ സൃഷ്ടിച്ചു. ഒരു പുള്ളിയുടെ കണ്ടെത്തൽ അത്രമാത്രമാണ്. എനിക്ക് തോന്നുന്നു 10-80 വയസ്സുണ്ടാവും. 80 വയസ്സ് വരെയും അമ്മാവൻ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമുണ്ട്. നാലാമത്തെ ദിവസമാണ് സൂര്യനെ സൃഷ്ടിച്ചത്. എൻ്റെ പൊന്നമ്മാവ, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അതോ നിങ്ങൾ വേറെ ബൈബിളിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും വെച്ചിട്ടാണോ വായിച്ചത്? ഞാൻ വായിച്ചു തരാം ബൈബിളിൻ്റെ കാര്യം എന്താണെന്ന്, നോക്കിക്കോ. അമ്മാവൻ ഇതൊന്ന് കേട്ടോക്കണം. ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാം വാക്യം, ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു, ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. 3-ാമത്തെ വാക്യം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അമ്മാവന് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. 1, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. 4-ാമത്തെ വാക്യം, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. 5-ാമത്തെ വാക്യം, ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു, സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. എൻ്റെ പൊന്നമ്മാവ, കുറച്ചെങ്കിലും വിവരവും ബുദ്ധിയോടും കൂടെ കുറച്ചൊക്കെ പറയണം. എവിടെ നിന്നും കേട്ടുന്നുണ്ട്, വാട്സപ്പ് മീഡിയ നിന്നും കണ്ടിട്ട് ഈ കുറച്ചൊക്കെ ഇതൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് പറയുന്നതിനെ കുറച്ചിത് വേണ്ടേ? വായി തോന്നുന്നു കൊതയ്ക്ക് പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഇതാണോ എൻ്റെ സത്യം? ഞങ്ങളുടെ വിശ്വാസപ്രമാണമാണോ താങ്കളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്? ബൈബിളിൽ ഒരു തെറ്റ് കണ്ടുപിടിച്ച ഒരു മഹാൻ, വാ, എല്ലാവരും കൂടെ അങ്ങ് അംഗീകരിച്ചങ്ങ് തരും. നാണവും മാനവും ഇല്ലാത്ത കുറേ കളവന്മാരും ഉണ്ട് ഇതുപോലെ.